ഇന്നലെ അത് വാലിശ്ശേരി നന്തം വിട്ട ഗൾഫിലുള്ള ഒരുത്തൻ്റെ ഭാര്യ പോയിക്ക്. എന്തൊരു സുന്ദരി അവൾ, പാപം. എങ്ങനെയാണ് പോയിക്കുണ്ടാവുക? 3 കുട്ടികളുണ്ടോലു. അന്നം വിട്ടോനും 3 ഉണ്ടോലു, ഈനും 3 ഉണ്ടോലു. എല്ലാത്തിനും വിട്ടുപോയി. എന്തുകൊണ്ടാണ് പോയത്? ഞാനൊരിക്കലും ആ പെണ്ണിനെ അവരൊന്നും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ആ തലച്ചോറ് ഈ സാധനത്തിന് അടിമപ്പെട്ടാൽ പിന്നെ എന്ത് കുട്ടി, എന്ത് ഭർത്താവ്, എന്ത് തറവാട്, എന്ത് മതം, എന്ത് രാഷ്ട്രീയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സംഗതിയെ വീട്ടിലേക്ക് കടന്നു വരാതിരിക്കാൻ മക്കളെ ബോധവാന്മാരാക്കണം. അവരുടെ സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അവരെ എനർജി നശിപ്പിക്കാൻ നല്ല കളിക്കളങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് ഈ സംഘടനയോട് പറയാനുള്ളത്, പയ്യോളി ഇനിയും ഒട്ടേറെ ഓരോ വാർഡുകളിലും ഗ്രൗണ്ടുകൾ തുടങ്ങണം, പൊതു ജിമ്മുകൾ തുടങ്ങണം. മക്കളുടെ എനർജി ഈ ജിമ്മുകളിൽ, ഈ ഗ്രൗണ്ടിൽ, ഈ കളരിയിൽ അങ്ങ് തീർക്കണം നമ്മളെ മക്കൾ. കാരണം എന്താ പറയുക, ഒന്നാമത് നിങ്ങളെ മക്കൾക്ക് എന്താ പ്രശ്നം അറിയുക, വീട്ടിൽ ഐറ്റേക്ക് സമാധാനമില്ല. നിങ്ങൾ സമാധാനം കൊടുക്കൂല ഐറ്റകൾക്ക്. കിള് എന്ന് പറഞ്ഞാൽ ഐറ്റേക്ക് ചൊറി. സ്കൂളെ മാഷന്മാർ പടി എന്ന് പറഞ്ഞിട്ട് ഐറ്റകൾ ഇടങ്ങാറാക്കുക. അപ്പോൾ എൻ്റെ ഭാര്യനം പറയുന്നൊരു വർത്താനുണ്ട്, സ്കൂൾ വിട്ടാൽ വീട്, ഐറ്റകൾ ഏടിയും പോവില്ല. അതോടുകൂടി എനിക്ക് പേടിയാ. ഈ സ്കൂളും സമാധാനമില്ല, വീട്ടിലും സമാധാനമില്ലാത്ത കുട്ടിയുടെ മൂന്നാമത്തെ ഒരു സ്പേസാണ് ഏത്? ഈ ലഹരി, ഈ പ്രണയം, ഈ ഒരു എല്ലാ സംഗതിയും. അപ്പോൾ നിങ്ങളെല്ലാം ഈ കസേലമേൽ ഇരുന്ന് എന്താണെന്നറിയോ, നിങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടമില്ലേ? നിങ്ങളച്ഛനെല്ലാം കിട്ടണ്ടേനാ? ഇല്ല. സ്കൂളിലെ മാഷന്മാരെയോ? ആ കൃഷ്ണ മാഷെല്ലാം നുള്ളിപ്പറിച്ച പറിക്കൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അപ്പം നുള്ളിപ്പറിക്കുമ്പോൾ നമ്മളായിരിക്കും സ്കൂളിൽ പോകണ്ടാന്ന് വിചാരിക്കുമ്പം പോയിക്കില്ലെങ്കിലും അടി. അപ്പം നമുക്ക് അടീനെ പേടിയായിരുന്നു, അച്ഛനെ പേടിയായിരുന്നു. ഇനി നിങ്ങളെ കുട്ടിക്ക് പേടിയുണ്ടാ? ഇല്ല. പുതിയ തലമുറക്ക് പേടിയില്ല. ഓലിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിന് നിങ്ങൾക്ക് മറുപടി പറയാൻ നേരം ഉണ്ടാ? സ്കൂളിൽ നിന്ന് വേണ്ടി സ്കൂളിലെ കഥകൾ ഇങ്ങനെ പറയുമ്പോൾ, ഇപ്പോൾ ഐറ്റേക്ക് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോൾ ഐറ്റകൾ സംസാരിക്കാൻ മുട്ടി ഐറ്റകളോട് നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഐറ്റകൾ വേറെ അടുത്ത് സംസാരിക്കും. ഐറ്റക്ക് ഗ്രൗണ്ടില്ല. ആ പ്രതലമാണ് ഇൻസ്റ്റഗ്രാം, ആ പ്രതലമാണ് വാട്സപ്പ്, ആ പ്രതലമാണ് മൊബൈൽ ഫോൺ. അപ്പോൾ നിങ്ങളെ കുട്ടി മൊബൈൽ ഫോണിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി മൊബൈൽ ഫോൺ കൊണ്ട് എന്താ ദോഷം? ഒന്നുമില്ല. ചെറിയ ഈ പിള്ളേർക്ക് മൊബൈൽ ഫോൺ കൊടുത്താൽ എന്താ തകരാറ്? ഈ പ്രണയം നടക്കുന്നതും ഫോണിലാണ്, കഞ്ചാവ് കച്ചവടവും ഫോണിലാണ്, എല്ലാ സകല ഗുൽമാന്തിരീസും നടക്കുന്നത് എവിടെയാണ്? ഫോണിലാണ്. എന്നിട്ട് എൻ്റെ ഭാര്യയെല്ലാം പറയാം, സ്കൂൾ വിട്ടാൽ വീട് വിട്ടാൽ സ്കൂൾ, എപ്പോൾ റൂമിലിരിക്കും. അത് ഉറപ്പിച്ചോ, നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനി അതിൻ്റെ ഉള്ളിൽ നിന്ന്. നിങ്ങളെ മക്കൾ നിങ്ങളോടൊപ്പം കളിക്കുന്നത്, നിങ്ങളോടൊപ്പം അടുക്കള പണിയെടുക്കുന്നത് ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഒന്നിച്ചിരുന്നിട്ട് ഈ ലഹരി ഇങ്ങനെയാണ്, ലഹരി അങ്ങനെയാണ്, അതിങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലഹരിക്കെതിരെ മനുഷ്യന്മാരെ സൃഷ്ടിക്കുക, നല്ലോണം കളിക്കാൻ കഴിയുന്ന കുട്ടികളാക്കി നിങ്ങളെ മക്കളെ മാറ്റുക. മക്കൾ ഫോണും കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ അമ്മക്ക് പേടിയാണ്, എൻ്റെ മോള് നശിക്കാൻ പോകുന്നു എന്നുള്ള പേടി ഉണ്ടാവണം. ഞാൻ ഇതിനൊന്നും എതിരല്ല. മൊബൈൽ ഫോൺ വിളിക്കാൻ വേണ്ടി കുട്ടിക്ക് കൊടുക്ക്, കുട്ടി വിളിച്ച് മരിക്കട്ടെ നമ്മളെ മുമ്പിൽ നിന്ന്. ഈ ഫോൺ വരുമ്പോൾ റോഡിൻ്റെ മൂലക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെ വീട്ടിൽ നിങ്ങളെല്ലാം ഫോൺ എങ്ങനെ എടുക്കുന്നത്? ഫോൺ വരുമ്പോൾ ഹലോ എന്തൊക്കെ ഉണ്ടെന്നാ? എനിക്ക് പല ആളും എനിക്ക് സംശയമുണ്ട്. പല ആളും ഫോൺ വരുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെള്ളത്തിലിട്ട പോലെ പോകുന്നത് എന്തിനാ? അതിൻ്റെ ഉള്ളിലൊരു ചതിയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം. ഇനി നിങ്ങൾക്ക് മക്കൾക്ക് പഠിക്കാൻ വേണ്ടി നല്ലൊരു കമ്പ്യൂട്ടർ കൊടുക്ക്, നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കുക. ഒരു പഠിക്കട്ടെ. ആര് പറഞ്ഞു ഇതൊന്നും പഠിക്കേണ്ടെന്ന്? അവർ പഠിക്കുക തന്നെ വേണം. ഈ മൊബൈൽ ഫോണിൻ്റെ കൂടെ ജീവിക്കുക, അല്ലാണ്ട് മൊബൈൽ ഫോണിനെ മാറ്റി നിർത്തിയിട്ടല്ല ഐറ്റകളെ പോറ്റേണ്ടത്. മൊബൈൽ ഫോൺ വേണം. അതിനാദ്യം ആര് നന്നാവണം? അച്ഛനും അമ്മയും ഫോണിൽ മാന്തിക്കണ്ടേ ഐറ്റകൾ മമ്മാന്തും. അച്ഛൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഐറ്റകൾ കുടിച്ച് വറ്റിക്കും. അച്ഛൻ വലിക്കുന്നുണ്ടെങ്കിൽ വലിച്ച് പമ്പരം പോലെ ആടും. അതുകൊണ്ട് ഇന്ന് മുതൽ മക്കൾക്ക് മുമ്പിൽ മാതൃകയാവുന്ന രക്ഷകർത്താക്കളാകുക. മക്കൾ വലിയ ടീമാണ്, A+ ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. ഐറ്റകളെ ചേർത്തിങ്ങ് പിടിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സ്റ്റേഷനിൽ 9ാം ക്ലാസ്സിലെ പെണ്ണിനെ ഒരുത്തൻ കൂട്ടിക്കൊണ്ടുപോയി 6 ആൾ കൂട്ടിക്കൊണ്ടുപോയി നശിപ്പിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. ആ പൊട്ടന്മാർക്ക് തിരിഞ്ഞിക്കില്ല. 12 വയസ്സ് താഴെയുള്ള കുട്ടീനെ കൂട്ടിക്കൊണ്ടുവന്ന് ഓളെ ഇഷ്ടത്തോടു കൂടി വന്നാലും ജയിലിൽ പോകുന്നുള്ളൊരു നിയമമുള്ള നാടാണ് അവിടെ, പോക്സോ നിയമം. അതൊന്നും ഐറ്റേക്ക് അറിയില്ല. പക്ഷേ എൻ്റെ വിഷയം എന്ന് പറയാം, ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്കൊന്നും അറിയില്ല. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇന്നൊരു ചെക്കൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു റൂമിലിട്ട് നശിപ്പിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേൻ്റെ കണ്ണ് ഓർമ്മ വന്നില്ലേ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു ഓർമ്മ വന്നിക്കില്ല. ഞാൻ ചോദിച്ചു എൻ്റെ അച്ഛൻ എനിക്ക് ഓർമ്മ വന്നോ? തീരെ വന്നിക്കില്ല. ഞാൻ പറഞ്ഞു എൻ്റെ വീട് എനിക്ക് ഓർമ്മ വന്നോ? ഒന്നും വന്നിക്കില്ല. ഒരാപത്തില്ല അതിൽ. ഞാൻ ചോദിച്ചു എനിക്ക് ആരെയും ഓർമ്മ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറയാ, എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് എനിക്ക് തിന്നാൻ തരുന്നുണ്ട്, കുറേ ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നുണ്ട്, പക്ഷെ എൻ്റെ അമ്മയും അച്ഛനും ഇന്നുവരെ എന്നെ സാന്ത്വനിപ്പിക്കുന്ന ഒരു വാക്കും പറഞ്ഞിട്ടില്ല. സങ്കടം വരുമ്പോൾ ഒന്ന് പുറത്ത് കെട്ടിക്കില്ലല്ലോ. ബൈക്കുമ്മ പോകണമെന്ന് പറഞ്ഞാൽ അപ്പാട് ബൈക്കുമ്മ കയറ്റിക്കില്ലല്ലോ.
സിനിമക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ഇനി വലുതായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് പോടുന്നു. പക്ഷെ അമ്മ പറയുന്നത് ഞാൻ അങ്ങനെയാണ് പോറ്റുന്നതെന്ന്. അപ്പോഴാണ് 7ാം ക്ലാസ്സിലെ ചെക്കനില്ലേ ഒരു കഞ്ചാവ് ചെക്കൻ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് പറയാ, തങ്കു പരീക്ഷയ്ക്ക് പേടിയുണ്ടോടി? ഇവിടെ പറഞ്ഞ് ചെറുങ്ങനെ പേടിയുണ്ട്. തങ്കു പറഞ്ഞ് പേടിക്കണ്ട, ഏട്ടനില്ലേ ഇൻ്റോടി. പിന്നീട് കുട്ടിക്ക് അച്ഛനെയാണോ ഓർമ്മ വരിക ഏട്ടനെയാണോ ഓർമ്മ വരിക? ഞാൻ ചോദിച്ചു എല്ലാ കുട്ടി ഇനി ഓൻ്റെ പോട്, ഇനി എന്തിനാ ബാക്കി 5 കൂടി കൂട്ടിയെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാ, എന്നെ ഇത്രയേറെ കെയർ ചെയ്ത ഏട്ടനുണ്ടല്ലോ, ആ കെയറേട്ടൻ ഓൻ കൂട്ടിക്കൊണ്ടുവരുമ്പം ആ ഫ്രണ്ട്സിനെ അല്ലേ എനിക്ക് വിശ്വാസം. എനിക്ക് പേടിയായി. എനിക്ക് 9ാം ക്ലാസ്സിലൊരു മോളുണ്ട്, ഇനി ഓക്കും കയറേട്ടനുണ്ടോ എന്നുള്ള എൻ്റെ വിഷയം. ഞാൻ ഓളെ വീട്ടിൽ പോയിട്ടില്ലേ, ഓളെ മുന്നിൽ കൂടി കയറട്ടാ എന്നിങ്ങനെ പറഞ്ഞു. എന്തിനാണെന്നറിയോ? ഓക്ക് ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങളിപ്പം ചിരിക്കുന്ന വിഷയമല്ല. കാരണം എന്താ പറയുക, നിങ്ങൾ 9ാം ക്ലാസ്സിന് കയറേട്ടനുണ്ടോ നിങ്ങൾ നോക്കി നോക്ക്. ഉണ്ട് എങ്കിൽ ആ കയറേട്ടൻ പറയുന്ന പോലെയാണ് ആര് ജീവിക്കുക? നിങ്ങളെ മക്കൾ. നിങ്ങൾ എത്ര മെനക്കെട്ടിട്ടും കാര്യമില്ല. ആ കയറേട്ടൻ്റെ രാസലഹരിയാണെങ്കിൽ നിങ്ങളെ മക്കളെ ആ ചങ്ങാതി ഇതിനു വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ നാട്ടിലുള്ള മക്കളെ ചേർത്ത് പിടിക്കുക. അമ്മേനെ കാണുമ്പം കേരേട്ടനെ പോലെ തോന്നണം. നിങ്ങളെ മക്കളോട് ചോദിച്ചു നോക്കുക, മോളെ എനിക്ക് അമ്മേനെ കാണുമ്പം വീടും എന്താ തോന്നുന്നത്? ഇങ്ങനെ കണ്ടില്ലേ, ഒരു കൂസലും അതിനില്ല. അതുകൊണ്ട് രക്ഷകർത്താക്കളെ ഇന്ന് മുതൽ മക്കൾക്ക് അമ്മേനെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഉണ്ടാക്കണം. ഓക്കെ, അതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പൈസ കൊടുക്കുകയല്ല വേണ്ടത്. അമ്മയാണ് ആ കേരേട്ടൻ ചെയ്യുന്ന പോലെ. കേരേട്ടൻ എങ്ങനെയാണ് ഈ പെണ്ണിനെ സ്വാധീനിച്ചേ? പരീക്ഷയ്ക്ക് പോകുമ്പോൾ മോളുട്ടി ഞാനുണ്ടടി വണ്ടർഫുൾ ഇങ്ങനൊരു ചിഹ്നം. അപ്പോൾ ഓൾ പറഞ്ഞു എനിക്ക് അമ്പലത്തിൽ പോണേന്. അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു അനുഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേരേട്ടൻ പറഞ്ഞു എൻ്റെ ബൈക്കിൻ്റെ പുറകെ കയറിക്കോ. കേരേട്ടൻ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ഓളിയും കൂട്ടി വന്ന് സിനിമക്ക് പോകണം മുട്ടിയോലും. കേരേട്ടൻ പറയും ഞാനില്ലേ ഏട്ടനില്ലേ പറഞ്ഞാൽ പോരെ. ആ കുട്ടി ആരുടെ കൂടെ ഉണ്ടാവുക? ആ കേരേട്ടൻ രാസലഹരി കൊടുത്താൽ ഈ കുട്ടി തിന്നുവോ? അവിടെ കൊണ്ടുകൊടുക്കുന്ന പറഞ്ഞാൽ കൊണ്ടുകൊടുക്കുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മക്കളെ വിട്ടുകൊടുക്കുന്നത് നമ്മൾ തന്നെ. അപ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം എവിടെയാണ് തുടങ്ങേണ്ടത്? വീട്ടിലാണ്. അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ആരായാലും, അത് ഏത് രാഷ്ട്രീയ കക്ഷിയായാലും, ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും, രാസലഹരിക്ക് വിഭാഗമില്ല, രാസലഹരിക്ക് രാഷ്ട്രീയമില്ല, രാസലഹരിക്ക് മതമില്ല. എല്ലാവരും ആ മതത്തിൻ്റെ കണ്ണിൽ ഈ MDMA മതത്തിൻ്റെ കണ്ണിൽ സമന്മാരാണ്. അതുകൊണ്ട് നമ്മളെ മക്കളെ വിട്ടുകൊടുക്കാതിരിക്കാൻ നമ്മളാണ് മെനക്കേണ്ടത്. അതുകൊണ്ടാണ് പോലീസ് ഗവൺമെൻറ്റിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് മുന്നിട്ടിറങ്ങിയത്. ഞങ്ങളോടൊപ്പം നിൽക്കാൻ സന്മനസ് കാണിച്ച സംഘടനയ്ക്ക്, എന്നെ ഇത്ര നേരം ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഈ ലഹരി മാഫിയെ പയ്യോളിയുടെ മണ്ണിൽ നിന്ന് തൂത്തെറിയണം. തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. കൊടുങ്കാറ്റാവണം. ആര്? മാഫിയാണോ കൊടുങ്കാറ്റാവേണ്ടത്? നിങ്ങളാണോ കൊടുങ്കാറ്റാവേണ്ടത്? നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പം മാഫിയനെ കാണുമ്പോൾ ഊതുവാ വേണ്ടത്? എന്തായി കൊടുങ്കാറ്റ്? കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടി അങ്ങ് പറന്നല്ലേ ഈ ചങ്ങായി പറക്കും. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു വേറെ വിഷയം എന്നറിയോ, ഈ പയ്യോളിയുടെ മണ്ണിൽ ഒരു രാസലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അവനൊരു കൊല്ലം കൊണ്ട് 9 ആളെ ഈ ലോകത്ത് കൊണ്ടുവരും. അത് ആ ചെക്കൻ്റെ ഫ്രണ്ടായിരിക്കും, ആ പെണ്ണിൻ്റെ ഫ്രണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പേടിക്കണ്ടേ? നമ്മളെങ്ങനെ പോറ്റിയിട്ടും കാര്യമുണ്ടോ? അതാണ് ഇതിൻ്റെ ഭീകരത. അതുകൊണ്ടാണ് പോലീസ് അവസാന ഘട്ടത്തിൽ ഈ പോരാട്ടത്തിന് ഇറങ്ങിയത്. 48 മണിക്കൂർ ഇത് കിട്ടാതാവുമ്പം ഭ്രാന്തന്മാരാവുന്ന തലമുറ. ഞാൻ എൻ്റെ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം 2 ആൾ രാത്രി അടികൂടിയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടിട്ട്, അപ്പോൾ ഒന്നിനെ ലോക്കപ്പിലിട്ട് ഒന്നിനെ പുറത്തിട്ട്. അപ്പോൾ രാത്രി ഒരു 12 മണിയായത്ത് ലോക്കപ്പ് ഇങ്ങനെ കടകടകടകടാന്ന് കുലുങ്ങുന്നു. നമ്മൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഈ ചെക്കനില്ലേ ആ ലോക്കപ്പിൻ്റെ കൊളുത്തിൻ്റെ മേലെ തല ഇങ്ങനെ അടിച്ച് പൊട്ടിക്കുക. സ്വന്തം തോര ഇങ്ങനെ ഇവിടുന്ന് മാംസങ്ങളിങ്ങനെ ചെതർന്ന്. പോലീസിൻ്റെ പണി പോയി. നമ്മളല്ലേ ഓടിപ്പോയി പഞ്ഞി എടുത്തോണ്ട് വന്നിട്ട് ഓൻ മരിച്ചു വയ്ക്കേണ്ട നിങ്ങളെന്നാ പറയുക? പോലീസ് അച്ചുവെന്നാ പറയുക? ഉടൻ തന്നെ പഞ്ഞിയെടുത്ത് ഇവൻ്റെ ഈ രക്തമെല്ലാം നിർത്തിക്കാൻ ശ്രമിക്കും. ഓൻ ചെയ്ത വികൃതിത്തരം എന്താ അറിയുങ്ങൾ? ഓൻ്റെ കയ്യിൽ അപ്പിയിട്ടിട്ട് നമ്മളെ മേത്തേക്ക് എറിഞ്ഞു തന്ന്. ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് പറ്റുമോ അത്? അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് ഓനൊരു മനുഷ്യനല്ലാതായി മാറി. ഈ സമയത്താണ് ഓൻ ഈ സാധനം കിട്ടേണ്ടത്. അപ്പോഴാണ് പിടിച്ചതിൻ്റെ ഉള്ളിലിട്ടത്. ഓൻ തല പൊട്ടിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പം ഇങ്ങനൊരു ഗതികെട്ട കാലത്താണ് നിങ്ങളും ഞങ്ങളും ജീവിക്കുന്നത് എന്നുള്ള നല്ല ബോധം വേണം നാളെ. അതുകൊണ്ടാണ് കേരളത്തിൽ 39 അമ്മയും അച്ഛനുമാണ് മക്കളുടെ ചവിട്ടേറ്റും കുത്തേറ്റും മരിച്ചത്. എൻ്റെ പ്രാർത്ഥന 40ാമതായി മരിക്കുന്ന ഒരു അച്ഛൻ ഞാനാവരുത് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം നോക്കണം. നിങ്ങൾ 565 പ്രണയകൊലപാതകം നടന്നിട്ടുണ്ട് ഇവിടെ. പ്രണയിക്കുന്ന ആളുകൾക്ക് അങ്ങനെ കൊല്ലാൻ കഴിയില്ല. പക്ഷേ ഈ രാസലഹരി പ്രണയിക്കുന്ന ചങ്ങാതിക്ക് അവളുമായി തെറ്റുമ്പോൾ, അവരുമായി ഒരു ചെറിയൊരു വഴക്കുണ്ടാകുമ്പോൾ
സ്വാഭാവികമായിട്ടും ഒരു കൊലപാതകം നടക്കുമെന്നുള്ള ബോധം ഈ നാട്ടിലുള്ള കുറേ സൂയിസൈഡുകൾ, ആത്മഹത്യകൾ, നമുക്കൊരു കാരണവും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആത്മഹത്യകൾ, ആ ആത്മഹത്യകൾക്ക് പുറകിൽ ചില സമയത്ത് ഈ ലഹരി ഉണ്ടാകുമെന്നുള്ള ബോധം ഈ നാട്ടിലുണ്ടാവണം. അതുകൊണ്ട് നമുക്ക് കുടുംബം നിലനിൽക്കണം, ഈ നാട് നിലനിൽക്കണം, രാഷ്ട്രീയം നിലനിൽക്കണം, നമ്മുടെ സൗഹാർദ്ദം നിലനിൽക്കണം. അതിന് ഈ നാട്ടിൽ നിന്ന് ഈ ലഹരിയെ കെട്ടിച്ചേ മതിയാവൂ. തൂഫാൻ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ മനുഷ്യരും പോലീസുകാരനോടൊപ്പം, ഈ നാട്ടിലെ ഗവൺമെൻറ്റിനോടൊപ്പം, ഈ നാട്ടിലെ ഫയർഫോഴ്സിനോടൊപ്പം, ഈ നാട്ടിലുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരോടൊപ്പം തൂഫാൻ വാര്യരായിട്ട് ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹം. നിങ്ങൾ ഞാളോട് ഉണ്ടാവുമോ? എൻ്റെ വീട്ടിലില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമോ?